ഡിവൈൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം. എന്തൊക്കെ ഗൈഡൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ, ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുകയാണെങ്കിൽ എന്ത് ക്ലാരിറ്റിയാണ് ഡിവൈൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. കാച്ച് ഷഫിളിലാണ്. Getting to know each other as you reveal your innermost selves to each other, your bond deepens. പരസ്പരം തുറന്ന് സംസാരിച്ച് അടുത്തറിയാൻ ശ്രമിക്കാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ഏതൊരു റിലേഷൻഷിപ്പിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ കുറേയധികം സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കുമ്പോഴാണ് കൂടുതൽ ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് മാത്രം ആ റിലേഷനിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർ ഗിവിങ് ആൻഡ് ലേണിംഗ് ആസ് യു റിലീസ് ആൻഡ് ഹീൽ ദ പാസ്റ്റ് യു എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ യുവർ പ്രസൻറ്റ് മൊമെൻറ്റ്സ്. പാസ്റ്റിൽ സ്റ്റക്കായി നിൽക്കാതെ മുന്നോട്ട് പോകാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. നിങ്ങളൊരു പാസ്റ്റ് റിലേഷൻഷിപ്പിലൊക്കെ സ്റ്റക്കായി നിന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഒരു റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ഇഷ്യൂസ് അങ്ങനെയൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പഴയ കാര്യങ്ങൾ വിട്ടേക്കൂ. ലോകത്തിൽ എല്ലാവരും ഒരേപോലെ അല്ല അല്ലേ. ഒരു റിലേഷനിൽ സെറ്റ് ബാക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല എന്നാണ് ഡിവൈൻ പറയുന്നത്. വെഡിങ്, ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്. തീർച്ചയായും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു മാരേജിൽ തന്നെ കലാശിക്കും എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ടൈം അപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ ഈസ് ഓൺ ദി ഹൊറൈസൺ. തൽക്കാലം നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും ഒരു ചെറിയ ദൂരം ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. ഒരു പക്ഷേ ഇവർ എന്താ പറയുക, അടിച്ചു പിരിഞ്ഞു പോകുമെന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ജോലി സംബന്ധമായിട്ടോ മറ്റോ ലോങ് ഡിസ്റ്റൻസിലേക്ക് നിങ്ങളെ വിട്ടു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. നല്ല രീതിയിലുള്ള ഒരു പിരിവാണ് അവിടെ കാണുന്നത്. പക്ഷേ എപ്പോഴും കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവാനുള്ള ഒരു സിറ്റുവേഷൻ തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് ഡിവൈൻ പറയുന്നത്. ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ്, അലൗ ദിസ് സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി. കൺട്രോൾ ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് പൊസസീവ്നെസ്, സംശയം അങ്ങനെയൊക്കെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ മാറ്റണമെന്നാണ് പറയുന്നത്. ഒരു ട്രസ്റ്റ് ചെയ്യാൻ ശീലിക്കൂ എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ലവ് യുവർ സെൽഫ് ഫേഴ്സ്റ്റ്. യുവർ സെൽഫ് റെസ്പെക്ട് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ്. സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് ചെയ്യാൻ മറക്കരുത് എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ലവ് യുവർ ഹാർട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ്. നിങ്ങൾ ആ റിലേഷൻ പൂർണ്ണമായും ആസ്വദിക്കൂ എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ. നിങ്ങളിൽ ചിലരെങ്കിലും ഓൾറെഡി മാരീഡ് ആണ്. അവരവരുടെ പാർട്ട്ണറുടെ ഒപ്പം ഒരു ഹണിമൂൺ ഫേസിലൊക്കെ ആയിരിക്കാം. ആ നിമിഷങ്ങൾ എൻജോയ് ചെയ്യൂ എന്നാണ് ഡിവൈൻ പറയുന്നത്. ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആർ എ ഫാക്ടർ ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് നൗ. ചിലർക്കെങ്കിലും ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആണ് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നും പറയുന്നുണ്ട് കേട്ടോ. ചിലർക്ക് ഒരു പെട്ടെന്നൊരു നോ കോണ്ടാക്റ്റൊക്കെ ആയി കാണാം. അവരൊരു റീസൺ ഒന്നും പറഞ്ഞു കാണില്ല. പക്ഷേ അതിൻ്റെ പുറകിലുള്ള ബേസിക് റീസൺ എന്തായിരിക്കും? ഫാമിലിയെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് അവർക്ക് കരിയറിലൊക്കെ കുറച്ച് ഫോക്കസ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം കേട്ടോ. അല്ലെങ്കിൽ